ഓക്കെ, നമസ്കാരം. ഞാൻ രഹലാകൃഷ്ണ. എൻ്റെ കൂടെയുള്ളത് അഖില ഷൈൻ. അനന്തയാത്ര എന്ന സിനിമയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ നായിക. എന്തായാലും നമുക്ക് അനന്തയാത്രയിലെ വിശേഷങ്ങളിലേക്കും അവാർഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്കും പോകാം. അഖില ഷൈൻ, എന്തൊക്കെയുണ്ട് അനന്തയാത്രയിലെ വിശേഷം? അനന്തയാത്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആരാണ് എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിയണം. ഓക്കെ. അപ്പോൾ ഞാൻ ദുബായിലാണ്. കഴിഞ്ഞ ഒരു 18 വർഷമായിട്ട് ദുബായിലാണ്. സിനിമ, സീരിയൽ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം സെക്ഷനിലേക്ക് നമ്മൾ UAE നിന്ന് വരുന്നത്. അനന്തയാത്രയിലേക്ക് എത്തുന്നത് ഡയറക്ടർ ഗോകുൽ അയ്യന്തോൾ. പുള്ളി ഇവിടെയും ഒന്ന് രണ്ട് മൂവിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റോറീസ് നമ്മളെപ്പോഴും കാണുമ്പോൾ ഞാൻ അവിടെ സ്റ്റേജ് പെർഫോം ചെയ്യും. അപ്പോൾ പുള്ളി നല്ല മേക്കപ്പ്. എവിടെ? ഗൾഫിലാണോ സ്റ്റേജ് പ്രോഗ്രാം? അപ്പോൾ ആളൊരു നൃത്തകാരി കൂടിയാണ്. എന്തായിരുന്നു കലാക്ഷേത്രയുടെ പേര്? പച്ചമാങ്ങ. ഗൾഫിൽ തന്നെയാണ്? ഗൾഫിൽ തന്നെയാണ്. ഫുള്ളായിട്ട് നമ്മൾ നാട്ടിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളുടെ സ്കൂള് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കലാരൂപങ്ങൾ അവിടെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മയിലാട്ടം, കരകാട്ടം, കാവടി, തിറ, പിന്നെ നമ്മൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് നല്ല രസമാണ്. ശരിക്കും ഇവിടത്തേക്കാളും നമ്മൾ നന്നായിട്ട് അവിടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അനന്തയാത്രയിൽ ഗോകുൽ അയ്യന്തോൾ ഡയറക്ടർ സാറ്, അപ്പോൾ പുള്ളി ഇതുപോലെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ എൻ്റെ മുമ്പുള്ള 1-2 ഷോർട്ട് മൂവീസ് പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയും, എന്തെങ്കിലും തനിക്ക് പറ്റുന്നൊരു കഥ വരുമ്പോൾ ഞാൻ വിളിക്കും, അപ്പോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് അനന്തയാത്ര എത്തുന്നത്. ഇത് രണ്ടാമത്തെ അവാർഡാണ്. നമ്മളുടെ ഈ ഷോർട്ട് ഫിലിം പ്രവാസി അവാർഡിൽ സത്യജിയുടെ രണ്ടാമത്തെ വർഷമാണ്. എനിക്ക് ആദ്യത്തേത് മൃദുല എന്ന് പറഞ്ഞിട്ട് ഷിഹാബ് ഇബ്രാഹിം, അപ്പം പുള്ളിയാണ്. അതിൽ മികച്ച നടിക്കുള്ള അവാർഡ്. 2 തവണ മികച്ച നടിക്കുള്ള അവാർഡ് മേടിച്ചു അല്ലേ? അതെ, ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പം ഫാമിലിയൊക്കെ? ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അച്ഛനമ്മ എല്ലാവരും അവിടെയാണ്. പിന്നെ ഇവിടെ ചേച്ചിയും ഫാമിലിയുണ്ട്, പിന്നെ ചേട്ടൻ്റെ ഫാമിലി ഇവിടെ തന്നെ. ഓക്കെ. അപ്പം സിനിമയാണോ ജോലി അതോ നൃത്തമാണോ? എന്താണ് നിലവിലെ നിങ്ങളുടെ? ഇത് രണ്ടും ഹോബീസ് ആണ്. വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ ആണ്. ബാക്കിയെല്ലാം ഹോബീസിൽ വരുന്നതാണ്. സത്യം, അതൊരു പാഷൻ എന്ന് പറയാം. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും, ഞാൻ കൊല്ലത്താണ് പഠിച്ചതൊക്കെ, അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റിയിൽ മാറി മാറി ചെയ്യും. അങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്. അതെ, സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? 2 പ്രോജക്റ്റ് പറഞ്ഞേക്കുന്നു. അതെ. എന്തായാലും ഇനി അനന്തയാത്രയിലേക്കുള്ള നമ്മുടെ സ്റ്റോറിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അനന്തയാത്ര സിനിമ, ലൊക്കേഷൻസും കാര്യങ്ങളും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനന്തയാത്രയുടെ സ്റ്റോറിയുടെ ഒരു ഫുള്ളായിട്ട് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും പറയാന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവർ നമ്മളുടെ ലൈഫിലൂടെ ട്രാവൽ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് മൂവിയാണത്. അതിൽ ഞങ്ങൾ 2 കഥാപാത്രങ്ങളാണ് മെയിനായിട്ട് വിഷ്വലി വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ത്രെഡ്. ശരിക്കും പ്രവാസത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ശരിക്കും നമ്മളുടെ നാട്ടിൽ നിന്നും പ്രവാസിയാവുന്നവർക്കൊരു കഥയുണ്ടാവും. ജീവിതയാത്ര അത് തന്നെയാണ് അനന്തയാത്രയിലൂടെ. അത് അനന്തമാണ്, അതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പം സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് മേടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡ്രീമായിരുന്നു. നമ്മൾ ചെറുതിലേ തൊട്ടേ നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡ്രീമിലൂടെ ട്രാവൽ ചെയ്ത് എത്തി നിൽക്കുന്ന ഒരു എൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് എന്ന് പറയാം. എൻ്റെ ഒരു എൻഡ് ഓഫ് ദി ഡ്രീം അല്ല, എൻ്റെ ഡ്രീമിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് സത്യജിത് റേയുടെ ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ പറ്റിയതെന്നുള്ളത്. ഒരുപാട് വലിയ പ്രമുഖരായ അതിഥികളുടെ മുമ്പിൽ, കഴിഞ്ഞ വർഷം ഷീല മാം ആയിരുന്നു, ഇപ്രാവശ്യം അടൂർ സാർ. അപ്പം ഇവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ വലിയ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് വരുന്നു. ഓക്കെ. അപ്പം ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ അതോ ഇന്നലെ? ഇല്ല, ഞാൻ ആക്ച്വലി ഒരു 3 days മുന്നേ വന്നു. 3 days ആഫ്റ്റർ 2 days പോകും. ഓക്കെ. ഈ അവാർഡ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീൽ? ശരിക്കും ശരിക്കും എന്നോട് പറഞ്ഞത് ഒരു 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റിൽ. അപ്പം ആ ഫൈനൽ ലിസ്റ്റിൽ 6 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. കാരണം UAE മാത്രമല്ലല്ലോ, പ്രവാസി എന്ന് പറയുമ്പം എല്ലാ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഇങ്ങനെ ഫൈനൽ ലിസ്റ്റിലെത്തി നിന്നു. അത് 7 ആയി, പിന്നെ 5 ആയി, പിന്നെ 3 ആയി. 3 ആയപ്പം വരെ ഓക്കെ, ഹാപ്പിയായി. 7-ലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെക്കാളും ഒരുപാട് ചിലപ്പോൾ ഈ
ഡിഫറെൻറ്റ് കാറ്റഗറി ആണല്ലോ, നമുക്കറിയില്ല. അപ്പോൾ അവർ ഫസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞത് എൻ്റെ ഡയറക്ടർ, പിന്നെ ഹസ്ബൻഡ്, വീട്ടിലുള്ള എല്ലാവരും, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ബാക്ക് ബോൺ ഇദ്ദേഹമാണ്. ഈ ഇങ്ങനെ ഒരു മൂവിയൊക്കെ ചെയ്യാന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് കിട്ടിയേക്കുന്ന ആളാണ് ഷൈൻ ചേട്ടൻ. കാരണം ഷൈൻ ചേട്ടനാണ് എനിക്ക്, നമുക്കിപ്പോൾ ഡാൻസിനാണെങ്കിൽ നമ്മൾ ബിസി ലൈഫാണ്, UAE നമ്മൾ ചെല്ലുന്നതേ ബിസി ലൈഫിൻ്റെ ആ ഒരു ലെവല് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ബിസി ലൈഫിൽ ഇങ്ങനെ ചെറിയ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഇഷ്ടങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോൾ സപ്പോർട്ടും അങ്ങനെ അച്ഛന്, അമ്മ, ചേട്ടൻ എല്ലാത്തിനും. കുഞ്ഞുങ്ങളുണ്ട്, മോള് +2 പഠിക്കുന്നു, +2 കഴിഞ്ഞപ്പോൾ. വലിയ മക്കളാണ്, എന്നാലൊരു സന്തോർമ്മയായിട്ട് നടക്കുക. അത് അത് ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം 1, 2 എൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ സപ്പോർട്ടാണ് എൻ്റെ ബാക്ക് ബോൺ. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ പ്രൊജക്റ്റ് എങ്ങനെയാ? പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? അല്ല, അത് ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ കാന്താര പോലൊരു സ്റ്റോറിയാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അതിലും നടിയായിട്ട് തന്നെയാണോ? നായികയായിട്ടെന്നാണ് പറഞ്ഞത്. അത് ഈ സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് സംബന്ധമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ലെവൽ ഓഫ് സ്റ്റോറിയാണ് എന്നോട് പറഞ്ഞത്. ഇനി അതിൻ്റെ ഫ്യൂച്ചർ ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല. അത് വരും എന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും അനന്തയാത്ര എന്ന് പറയുന്നത് റിലീസായി. നമ്മൾ UAE തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്കിത് റിലീസ് ചെയ്യുന്നതിനേക്കാളും ഞങ്ങൾക്ക് നമ്മളെ അറിയുന്നത് കൂടുതലും അവിടെയാണല്ലോ. അപ്പോൾ അവിടെ തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, മലയാളി ഫാമിലി അസോസിയേഷൻ എന്ന് പറഞ്ഞ്. ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ നമുക്കത് റിലീസ് ചെയ്ത് കാണുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അവിടെ 2 തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ? എല്ലാവരും ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതി. കാരണം ഞാനിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ അതിൽ കുറച്ച് ട്രാജഡിയാണ്, അത്യാവശ്യം നല്ല സങ്കടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത്രയും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു, കിട്ടും എന്ന് പറഞ്ഞു. എൻ്റെ ഈ അനന്തയാത്രയുടെ ഡയറക്ടർ ഗോകുൽ അയ്യന്തോൾ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മൃദുലയ്ക്ക് കിട്ടി, ഈ പ്രാവശ്യം ഇത് കൊടുത്താൽ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. പുള്ളിയുടെ ഒരു പുള്ളി നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു. അപ്പം നമുക്ക് പുള്ളിയുടെ മൈൻഡിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ അതുപോലെ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പുള്ളിയോട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇനിയും ന്യൂ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പം അവിടെ ഞാൻ ഈ നാട്ടിലെന്ന് അറിയാതെ പറഞ്ഞു പോണത് അവിടുത്തെ കാര്യമാണ്. സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയോ? ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഒരെണ്ണം റിലീസ് ഉണ്ടായിരുന്നു, മൈക്കി എന്ന് പറഞ്ഞിട്ട്, അനസ് കാട്ടൂർ എന്ന് പറഞ്ഞിട്ട്. എല്ലാം അവിടെ തന്നെയാണോ? ഫുള്ള് നമുക്ക് അവിടെയാണ്, തിയേറ്റർ റിലീസില്ല അവിടെയാണ് വരുന്നത്. പിന്നെ ചാനൽസുകൾ പോകും. ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ അനന്തയാത്രയിലെ നായികയാണെന്ന് കേട്ടു. ഈ നായിക എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുന്നേ അനന്തയാത്രയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? മുമ്പ് ഗോകുൽ സർ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയിൽ ഞങ്ങളൊരു ഡിസ്കഷൻ ചെയ്തിരുന്നു, ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് എന്തോ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് അത് നടന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ആനന്ദയാത്ര ചെയ്തതിൻ്റെ പ്രൊഡ്യൂസറുണ്ട്, ശ്യാം. അപ്പം ശ്യാം ചേട്ടനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. പുള്ളിയുടെ ഫുൾ നെയിം ഗോപിനാഥ് ശ്യാം, നമ്മൾ ശ്യാമേട്ടാന്ന് വിളിക്കുന്നത് കാരണം. അപ്പം ശ്യാമേട്ടനാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ ചെയ്യാനായിട്ട് അഖിലയോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അഖിലയോട് ചോദിച്ചു നോക്കുന്ന ശ്യാമേട്ടൻ ഗോകുലേട്ടനോട് പറയുന്ന സമയത്ത് ഗോകുലേട്ടൻ പറഞ്ഞു, നന്നായിട്ട് ചെയ്യും, എനിക്കറിയാം, ഞങ്ങളൊരു വർക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചു, സംസാരിച്ചു. അപ്പം സെലക്ഷനൊക്കെ അത് അങ്ങനെയായിരുന്നു? അല്ല, ഇപ്പം ഞാൻ അവിടെ ആക്ച്വലി ചെയ്ത് വരുന്നത് കൊണ്ട് അവർക്കറിയാം. പിന്നെ നമ്മളോട് വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ, സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചോദിച്ചു. പിന്നെ ഇതുപോലെ കുറച്ച് റിസ്കി ഫാക്റ്റുള്ള ക്യാരക്ടറാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആണോ അല്ലയോ എന്നുള്ള ട്രയൽ പോലെ ഒന്ന് നോക്കിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ അനന്തയാത്രയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ക്ലൈമാക്സും സീനൊക്കെ എങ്ങനെയാ? ഭയങ്കര ക്ലൈമാക്സ് സീൻ എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്തൊരു ടാസ്ക്കായിട്ട് തോന്നിയത്, അതിനകത്തൊരു റേപ്പ് സീൻ ഉണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ആളല്ല, ക്യാമറയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, വിഷ്വലി ഞങ്ങൾ അതായത് ഇൻ്റർവ്യൂവറും
ഇതൊരു എഴുത്തുകാരിയുടെ കഥയാണ്. ആ എഴുത്തുകാരിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള അവരുടെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പം അതിലെനിക്ക് ടാസ്ക്കായിട്ട് തോന്നിയത് ഈ ക്യാമറയിൽ എങ്ങനെ ക്യാമറമാനാണ്, നമുക്ക് ക്യാമറ മാത്രമാണ് ആ റേറ്റ് ചെയ്യുന്ന ഒരു സീനെ ഫോക്കസ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ആളില്ല. അതെനിക്കൊരു ടാസ്ക്കായിട്ട് തോന്നി. കാരണം എക്സ്ട്രീം ലെവൽ ഓഫ് ഈ ഡ്രാമ ചെയ്യുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു ആക്ടിങ് ആയിട്ട് എനിക്ക് അന്നേരം അത് തോന്നി. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷൂട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കൂടുതൽ തവണ കട്ട് ചെയ്ത് എടുക്കേണ്ട എന്തെങ്കിലും? ആദ്യത്തെ ദിവസം തന്നെ നമുക്കറിയാലോ അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മളിതൊരു ഓഡിറ്റോറിയം എടുത്ത് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഗോകുൽ സർ എന്ന് പറയുന്നത് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പോൾ പുള്ളിയുടെ നമ്മളുടെ അതിനകത്ത് തരുന്ന ടെക്സ്റ്റുകൾ പോലും അതുപോലെ തന്നെ പറയണം. ഡയലോഗ്സിന് ഒരു മാറ്റവും വരാൻ പാടില്ല. പുള്ളിക്ക് മൈൻഡിലൊരു സെറ്റ് ഉണ്ട്, ഇതിങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ലോങ് ഡയലോഗ്സാണ്. അപ്പം അത് എനിക്കൊരു ടാസ്ക് തന്നെയായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഒരു 7 times ടേക്കിൽ പോയി. 7 times പോയി കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ചെയ്തു. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളുടെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസി ലൈഫിൽ പോയി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും അത് അക്സെപ്റ്റഡ് ആണ്. അപ്പം അതൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര വലിയ ഡയലോഗ് വന്നി. എങ്ങനെയാ സിനിമയിൽ പ്രണയം അങ്ങനെ വിരഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്? ആ മൂവിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും വിരഹമാണ് നിൽക്കുന്നത്. അനന്തയാത്രയിൽ വിരഹമാണ് സ്ത്രീ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് ഗോകുൽ ചേട്ടന് തോന്നിയത്. അത് അന്ന് എന്നോട് സ്റ്റോറി പറയുമ്പോഴേ ഗോകുലേട്ടൻ പറഞ്ഞു ഇത് ഒരു ശരിക്കുള്ള കഥയാണ്, അപ്പം നീ അത് ആദ്യം ഉൾക്കൊള്ളണം. റിയൽ സ്റ്റോറി ആയിരുന്നു. റിയൽ സ്റ്റോറിയാണ്. അപ്പം നമുക്ക് പേര് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റിയൽ സ്റ്റോറിയിൽ കുറച്ച് അവരുടെ ഫാമിലിയിലുണ്ടായ സ്ട്രഗിളും ആ സ്ട്രഗിളിനെല്ലാം ഫേസ് ചെയ്ത ഒരു ലേഡി റിക്കവർ ആകുക എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. ഇത്രയും റിക്കവർ ആയിട്ടും ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു ലെവലിലേക്കാണ് സ്റ്റോറി റൺ ചെയ്യുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഓക്കെ. ഈ റേപ്പ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഈ സ്റ്റോറി പറയുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുണ്ടെന്ന് പറയുമ്പോൾ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു? അഭിനയമായിട്ടും ജീവിതമായിട്ടും കാണാൻ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് മയക്കി എന്ന് പറഞ്ഞൊരെണ്ണം ചെയ്തിരുന്നു. അപ്പം അതും ഈ പറഞ്ഞ കൂട്ട് അത്യാവശ്യം ഒരു ഫാമിലി സ്റ്റോറിയാണ്. സ്ട്രഗിളിങ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, നമ്മളുടെ മയക്കുമരുന്നിനെതിരെയായിട്ടുള്ളൊരു കണ്ടന്റ് വരുന്നൊരു മൂവിയാണ്. അതും വളരെ ഇതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റിമസി സീൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഫാമിലി, അത് അഭിനയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഓക്കെ. അമ്മയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യോ? അമ്മ ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മൂവിയിൽ തന്നെ നമ്മൾ അവിടെ UAE വരുന്ന മൂവിയുടെ ഒക്കെ ഇവിടുന്ന് വരുന്ന ഉണ്ട്. പിന്നെ അവിടുന്ന് നാട്ടിൽ ഷൂട്ട് നടക്കുന്ന ഒട്ടുമിക്ക ഷോർട്ട് ഫിലിമിൻ്റെയും മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സുധാകരൻ. അപ്പം അമ്മയ്ക്ക് അറിയാം. പിന്നെ എൻ്റെ എല്ലാ ലൊക്കേഷനിലും അമ്മ ഉണ്ടാവാറുണ്ട്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മ തന്നെയാണ്. അനന്തയാത്രയിൽ സനൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചേട്ടനായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് പാഷനാണെന്ന് പറഞ്ഞു. അതിലേക്ക് എത്താനും ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് വേണം എത്താൻ. ഇനിയൊരു കഥാപാത്രം അല്ലെങ്കിൽ ഇനിയൊരു സിനിമയിലെ ഒരു നായികയാവാൻ ഏതൊരു കഥാപാത്രമായിട്ടാണ് എന്നുവെച്ചാൽ അംബീഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇന്ന സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം എടുക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്ര വലിയ ആളായിട്ടില്ല ഞാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയാവാൻ അധികം സമയമില്ല. ഒരു കുഞ്ഞു നായിക ഒരു വലിയ നായികയാവാനും സമയമില്ല എന്നാണ് നമ്മുടെ മീഡിയയും ജനങ്ങളും പറയുന്നത്. ചിലപ്പോൾ ഇന്ന് കണ്ട നായിക നാളെ വലിയൊരു സിനിമയിലെ നായികയായിക്കൂടാന്നില്ല. ഒത്തിരി നന്ദി ആ ഒരു വിഷയന്. ശരിക്കും ഇപ്പം നമുക്കൊരു ഡ്രീം പ്രോജക്റ്റ് എന്നോ ഡ്രീം വർക്ക് എന്നോ പറയത്തക്ക ഒരു പൊസിഷൻ ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നെ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് തരുന്ന വർക്കിൻ്റെ ആ ക്യാരക്ടർ എനിക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ 100% ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ UAE എനിക്ക് ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലിക്കൊപ്പമാണ് മലയാളി ഫാമിലി അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അതും നമ്മുടെ വീട്ടിലുള്ള ചേട്ടൻ, അനിയൻ, അനിയത്തി, ആ ഒരു റിലേഷനാണ്. അതുപോലെ നമ്മളെ സമൂഹത്തിൽ നമ്മളെ കൊണ്ടുവരുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി സ്റ്റേജ് പെർഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ എന്നോട് ആദ്യമായിട്ട് മെബി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്,
ഇതുപോലെ ചെയ്യാമോ, ചെറിയൊരു നേഴ്സിൻ്റെ റോളാണ്, ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞു. അപ്പം സോറി അതിന് മുമ്പ് മറ്റൊരെണ്ണമുണ്ട്, ഗലീരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു 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 സീരീസാണത്. അപ്പം ജോബി എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നതാണ്, ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് അഭിനയിച്ച് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ആ ഒരു അഭിനയിച്ച് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞത് കറക്റ്റ് ഞാൻ ചെയ്തു. അവിടെ നിന്നാണ് ഓരോ ഡയറക്ടേഴ്സും ഓക്കെ അവർ എന്താണ് പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കത് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഇനിയും എന്തെങ്കിലും നല്ല പ്രോജക്റ്റുകൾ എനിക്ക് വന്നാൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഈ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാൻ ഭയങ്കര സപ്പോർട്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അതായത് എന്നെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്പോർട്ടോടെയാണ് എനിക്ക് പോകാൻ പറ്റുന്നതെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് പോകും. ഏത് ക്യാരക്ടറാണെങ്കിലും അതെ, ലൈഫിലാണെങ്കിലും അതെ. നാട്ടിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് വന്നാൽ എടുക്കുമോ? തീർച്ചയായിട്ടും നാട്ടിലെ നമുക്ക് വലിയ സിനിമകൾ വരുള്ളൂ. കാരണം അവിടെ വരുന്നത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ്. ഇവിടുന്ന് വന്നാലും അവിടെ എത്തിപ്പറ്റി നമ്മുടെ ഓഫീസ് ടൈം കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവിടുന്ന് വരുന്നവർ അവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടെ വന്ന അവസരങ്ങൾ കിട്ടുന്നത് ചെയ്യുന്നുണ്ട്. അതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ ക്യാരക്ടർ അല്ല. അപ്പം ഇവിടെ നല്ല ക്യാരക്ടർ കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. UAE നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ മലയാളി പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രേക്ഷകർക്ക് തന്നെ മൈക്ക് കൊടുക്കും. അപ്പം തന്നെ അറിയാം അവർ നല്ല കാര്യങ്ങളും നെഗറ്റീവും പോസിറ്റീവും അവർ പറയും. ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ശരിക്കും ഇപ്പം എൻ്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കിളിലുള്ള ഒരു ഡയറക്ടർ സർക്കിൾ, അങ്ങനെ നമ്മുടെ UAE അത്യാവശ്യം ഈ ഫീൽഡിൽ നിൽക്കുന്നവർ, പിന്നെ നമ്മളുടെ റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ഒഫീഷ്യലി വരുന്നവരുണ്ടാവും. അപ്പം അവർക്കൊക്കെ നമ്മളുടെ ഡിഫറെൻറ്റ് ഫേസസ് ആവും അറിയുക. ഓഫീസിൽ നമ്മൾ വേറൊരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അപ്പം ഇവർ നമ്മളെ അവിടെ കണ്ടു കഴിയുമ്പം ചിലർ നല്ല ജെന്യൂൻ പറയും, അത് ശരിയായിട്ടില്ല, അത് ശരിയാക്കാനുണ്ട്. അല്ല, അന്ധയാത്രയിൽ ആക്ച്വലി ഡബ് ചെയ്തത് ഞാനല്ല. അപ്പം അതിൽ എൻ്റെ സൗണ്ട് കേട്ട് വന്നവരാണ് അവിടെ കൂടുതലും ഉള്ളവർ. മുമ്പ് എൻ്റെ എല്ലാ വർക്കും ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത്, വേറൊരാൾ ഡബ് ചെയ്തല്ലോ. പക്ഷെ അനന്തയാത്ര നാട്ടിൽ വന്ന് ഡബ് ചെയ്തത് കൊണ്ട് അപ്പം അത് എല്ലാവരും ഒരു എന്താ പറയുക, എന്നെ അറിയുന്ന എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു. കാരണം ഇപ്പോൾ അഖിലയുടെ സംസാര രീതി, അഖിലയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം അതുകൊണ്ട് ആ ഒരു ഡബ്ബിങ്ങിൻ്റെ ഒരു വേരിയേഷൻ പറഞ്ഞിരുന്നു. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഖിലെ കൊണ്ട് പറ്റും എന്നുള്ളത് അവർക്കറിയാമായിരുന്നു എന്ന് പറയും. അത് വലിയൊരു സപ്പോർട്ടാണ്. ശരിക്കും ഞാൻ നമ്മുടെ UAE എനിക്ക് UAE ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയി എന്ന് എനിക്ക് ഇപ്പോൾ വളരെ ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ എനിക്കൊരു വിശ്വാസം ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് വളരണം. UAE അങ്ങനെയല്ല. അവിടെ എന്ന് പറയുമ്പോൾ മലയാളികൾ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മളെ അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതെ, വളരെ ചെറിയൊരു കാര്യം ചെയ്താൽ ഇപ്പം നമ്മൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് ആയാലും ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഇവിടുന്ന് ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് ഞാൻ കുറേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അവിടെ വരുമ്പോഴായാലും ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ നമ്മളുടെ ഒപ്പം നിന്ന് അവർ നമ്മുടെ ഒപ്പം നിന്ന് ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടെ ഉള്ളവരെ ഒരുപോലെ ഇവിടുന്ന് വരുന്നവരും ഒരുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ്. മലയാളികളുടെ സപ്പോർട്ട് അത് വേറെ ലെവലാണ്. എന്തായാലും അനന്തയാത്രയിലെ നായിക നമ്മുടെ കൂടെയുണ്ട്. ഇനിയും വലിയ സിനിമകളിലേക്ക് എത്തി നായിക അടുത്ത നമ്മുടെ ഇൻ്റർവ്യൂയിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.